ഇപ്പം മിനി ചേച്ചി ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ കൽപ്പന ചേച്ചി ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അവൾ ചെയ്തേനെ. അവസാനം ചെയ്തിട്ട് ശരിക്കും ഉർവശി മാമിന്റെ പ്രൊഡക്ഷൻ ഹൗസിന് ചേരുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പേരുകളിലൊന്ന്. ഈ അധ്യാപിക ആണെന്ന് ചെറുപ്പത്തിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ആഗ്രഹം പോയി, ഈ അടുത്ത സമയത്ത് അങ്ങ് പോയി. അനുഭവങ്ങള് അച്ഛനെ പേടിക്കണം എന്നുള്ളത് ഭയങ്കര ഉദ്യോഗമാണ്. ഈസിയാ, ഇനിയും നിനക്ക് സമയമുണ്ട്. ശരിക്കും ശിവസേട്ടൻ ഇങ്ങനെയാണോ? അങ്ങനെ തന്നെ. ഇപ്പം RJ ബാലാജി പറയുന്നുണ്ട്, ഞാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് 3 ആക്ടേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിൽ ടോപ്പ് 3 ഉർവശി ഉണ്ടാവും. ചേച്ചിക്ക് പറ്റുന്ന റോള് കണ്ടുപിടിക്കണ്ടേ? എന്റെ കഥയുണ്ട്, നല്ല റോള്. ചേച്ചിയുടെ മുമ്പിൽ അഭിനയിക്കുമ്പോൾ ടെൻഷൻ ഇല്ല? ആർക്കെനിക്കോ ജീവിച്ചോണ്ടിരിക്കുന്നതിന്റെ ടെൻഷൻ. ചേച്ചിയുടെ മുമ്പിൽ അഭിനയിക്കുന്നതിനെക്കാട്ടി വലുതാണല്ലോ ജീവിക്കുന്നത്. അവിടെ ടെൻഷൻ ഇല്ലാതിരിക്കുന്ന അഭിനയൊക്കെ പൂസ്കറ്റ്. മാമിന്റെ ഒരു സുഹൃത്തിനെ കുറിച്ചിട്ട് എനിക്ക് ചോദിക്കേണ്ടി വരും. സുഹൃത്തിന്റെ പേര് ജഗദീഷ് എന്നാണ്. നല്ലൊരു രാജാനുഭാവിയായിട്ടുള്ള ഒരു മനുഷ്യൻ, കപ്പടാമീശയും കാര്യങ്ങളൊക്കെ വെച്ച് ഭയങ്കര എന്തിനുകൊണ്ട് ഇന്ദ്രൻസിനും ജഗദീശനും ഒക്കെ ഒരു ക്യാരക്ടർ ചെയ്ത് വിജയിച്ചാൽ ആ പാറ്റേണിൽ പോവുക എന്നുള്ളൊരു രീതി എന്നുണ്ടായിരുന്നു. അതൊക്കെ വളരെ രസകരമായ ഷൂട്ടാണ്. ഈ പഞ്ചതന്ത്രവും മൈക്കിൾ മദന കാമരാജനും ഇനി ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സംഗതികൾ. ഉച്ചയ്ക്ക് ഇരുന്ന് ആഹാരം കഴിക്കുന്നത് എല്ലാവരുടെ വീട്ടിൽ നിന്നും ഫുഡ് വരും. കമൽ സാറിന്റെ വീട്ടിൽ നിന്നും വരും, ജയറാമിന്റെ വീട്ടിൽ നിന്ന് വരും, എൻ്റെ വീട്ടിൽ നിന്ന് വരും. 9:30 ആകുമ്പോൾ വിളിക്കും, സത്യേട്ടാ എന്താ ഋഷി ചേട്ടാ ആ ഷോട്ട് എടുത്തത് ശരിയായോ? ആ ഷോട്ട് എടുത്തത് ശരിയായി, അതുകൊണ്ടാണ് ഓക്കെ പറഞ്ഞത്, മിണ്ടാതെ കടന്നുറങ്ങുക കേട്ടോ അന്ന് പറയും, ചീത്ത പറയും. വിനീതേട്ടൻ സ്കൂൾ ഓഫ് ആക്ടിങ് എന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് സ്കൂളാണെങ്കിൽ ഇത് യൂണിവേഴ്സിറ്റിയാണ്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. എൽ ജഗദമ്മ 7ാം ക്ലാസ് സ്റ്റേറ്റ് ഫെസ്റ്റ് എന്ന ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വി ഹാവ് ഉർവശി മാം, കലേഷ് ഏട്ടൻ ആൻഡ് ശിവസേട്ടൻ. സോ 3 പേർക്കും വെൽക്കം. എനിക്ക് ഫസ്റ്റ് തന്നെ ഈ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേരുണ്ടല്ലോ, എവർസ്റ്റാർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഉർവശി മാമിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിന് ചേരുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പേരുകളിലൊന്ന്, അതാരാ സെലക്ട് ചെയ്തത്? എവർസ്റ്റാർ. കുറെ പേരുകളുടെ ഇങ്ങനെ സജഷൻ വന്നപ്പോൾ അത് ഞാൻ തന്നെ സെലക്ട് ചെയ്തു. കുറെ പ്രൊഡക്ഷന്റെ പേരുകൾ ഇങ്ങനെ നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇത് കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് തോന്നി. ഞാൻ മുമ്പും ഒരിക്കലേ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചിട്ടില്ല, എന്താ പിന്നെ മാം ഇങ്ങനെ പ്രൊഡക്ഷനൊക്കെ ഒന്നും അങ്ങനെ ഇറങ്ങാതിരുന്നതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ ഇഷ്ടമാണ്. പ്രൊഡ്യൂസറായിട്ടും റൈറ്ററായിട്ടൊക്കെ പിടക്കോഴി 3 നൂറ്റാണ്ട് ചെയ്തിട്ടുണ്ട്, അതിലെ റൈറ്ററുമായിരുന്നു. അപ്പോൾ അന്നത്തെ ഉർവശി എന്ന പ്രൊഡ്യൂസറിനും ഇന്നത്തെ ഉർവശി എന്ന ആക്ട്രസ് പ്രൊഡ്യൂസറിനും എത്രത്തോളം വ്യത്യാസമുണ്ട്? ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ കാരണം ഒരുപാട് സാങ്കേതികതയ്ക്ക് ഒരുപാട് മാറ്റം വന്നില്ലേ, അന്നത്തെ രീതിയല്ലല്ലോ. പിന്നെ സിനിമയുടെ വിതരണ മേഖലയാകട്ടെ, തിയേറ്ററിൽ എത്തുമ്പോഴുള്ള പ്രൊസീജിയേഴ്സ് ആകട്ടെ, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ മറിഞ്ഞിരിക്കുകയാണ്. അന്നത്തെ പ്രൊസീജിയേഴ്സ് ഒന്നുമല്ല. അപ്പം അതെല്ലാം മനസ്സിലാക്കാൻ എനിക്ക് പറ്റില്ല. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഡയറക്ടർ തന്നെ ഏറ്റെടുക്കേണ്ടി വന്നു. കാരണം ഞാൻ ഒരു ഭാഗത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ പുറകെ പോകാൻ പറ്റില്ല. നമ്മളിത് അറിയുന്നുണ്ട്, ഇന്ന കാര്യങ്ങളാണ് ഇപ്പോഴത്തെ രീതി എന്ന് അറിയുന്നുണ്ട്, പക്ഷെ ഇതിന് ഫോളോ ചെയ്ത് പോകണ്ടേ, അത് എനിക്ക് ഡയറക്റ്റായിട്ട് പറ്റില്ല. അപ്പൊ അത് സപ്പോർട്ട് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ പറഞ്ഞു. എനിക്ക് അത്ര ടെൻഷൻ എടുക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണത്. അതിനുവേണ്ടി ഓടി നടന്നിട്ട് അതിനുവേണ്ടി ഇങ്ങനെ ഇത് അവിടെ പോയി ബാർഗെയിൻ ചെയ്ത് ഇവിടെ പോയി ഇങ്ങനെ പറഞ്ഞു, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന പണികളല്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ പ്രൊഡ്യൂസ്ഡ് എന്നുള്ള ഒരു പേരെന്നെ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ചെയ്തിരിക്കുന്നത് ഡയറക്ഷൻ മാത്രമല്ല, ഈ പ്രൊഡക്ഷൻ എല്ലാ കാര്യങ്ങളും നോക്കിയിരിക്കുന്നത് ഡയറക്ടർ തന്നെയാണ് എല്ലാം. വെൽക്കം ടു മലയാളം. ആയിക്കോട്ടെ ടീച്ചറെ, എനിക്ക് പരാതിയില്ല, പറഞ്ഞു. ശരിക്കും ഈ സിനിമ എന്ന് പറയുമ്പോഴേ ഇപ്പൊ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കൂടിയാണ്. ഇപ്പൊ ഡയറക്ടറായിട്ടും പ്രൊഡ്യൂസറായിട്ടൊക്കെ നിൽക്കുമ്പോൾ അതിന്റെ ഒരു സ്ട്രെസ് ഒക്കെ, കാരണം ഞാൻ വന്നപ്പോ ഇങ്ങനെ നെറ്റോട്ട് ഓടുന്ന കണ്ടു. അല്ല, അതൊക്കെ നമ്മൾ ആസ്വദിക്കുന്നു. ഞാൻ കരുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആകപ്പാടെ സ്ട്രെസ് ഇല്ലാത്ത ഒരേ ഒരു പണിയേ ഉള്ളൂ. ഏതാ പണിയെന്നറിയാം? വെറുതെ ഇരിക്കുക. ഒരു സ്ട്രെസ്സും ഇല്ല വെറുതെ ഇരിക്കാൻ. അല്ലാത്ത എല്ലാ പണിക്കും ഓരോ സ്ട്രെസ്സുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ട് രാത്രി. എന്തൊരു സ്ട്രെസ്സായി.
ഒരു സെക്കൻഡ് തെറ്റിപ്പോയി കഴിഞ്ഞു. ഇപ്പം നമ്മളെടുക്കുന്ന അത് ഇതെല്ലാം എല്ലാ പണിക്കും അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടുന്നില്ല ഇല്ലതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ സമയത്ത് ബാങ്കിൽ ചെന്നില്ല, അല്ലെങ്കിൽ മറ്റെടുത്ത് ആരും ചോദിക്കാനില്ല. പക്ഷേ നമ്മൾ എത്തും. ഞാനത് ആസ്വദിക്കുകയാണ്. കാരണം നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അത് പഠിക്കുകയും കൂടെ ചെയ്യുകയാണ്. കാരണം പല കാര്യങ്ങളും നമുക്ക് ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും സിനിമയുടെ ഇപ്പോൾ ഡയറക്ഷൻ കിട്ടിയില്ലെങ്കിൽ, ഇപ്പോൾ സിനിമയെ ഞാൻ നിൽക്കണമെന്ന് ആഗ്രഹിച്ച് ഡയറക്ഷൻ കിട്ടിയില്ല എന്ത് ചെയ്യാൻ പറ്റും? മാനേജറുടെ അസിസ്റ്റൻ്റായിട്ടോ എന്ത് പണിയും നമുക്കറിയാം. അപ്പോൾ സിനിമയിൽ നിൽക്കാൻ എല്ലാ പണിയും ഒരുവിധം പഠിച്ചു. അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ പേപ്പർ കൊണ്ട് കൊടുക്കാനെങ്കിലും ഒക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും. ആ സിനിമ വേറെ ശൈലിയാണ്, മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഒരു ചെക്ക് അയച്ചാൽ മാത്രം പോരാ. ഒരാൾക്ക് പണം കിട്ടിയാൽ പിന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ, അങ്ങനെ സിഗ്നേച്ചർ, 56 പേജ്, ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഏകദേശം ഒന്നുമില്ല അതിനകത്ത്. പക്ഷേ അത് ഓരോ കമ്പനി നിയമങ്ങളും ആയിരിക്കണം. ഇതെല്ലാം നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ സിനിമ ഒരു ഡയറക്ഷൻ മാത്രം പഠിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഡയറക്ടർ അത് മാത്രമേ കിട്ടും. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാം കൂടെ പഠിച്ചാൽ എവിടെയെങ്കിലുമൊക്കെ നമുക്കൊരു ജോലി ചെയ്യാം. ഇപ്പോൾ ജഗദമ്മയിലേക്ക് വരുമ്പോഴേ, ഇപ്പോൾ ഇത്രത്തോളം റിലേറ്റബിലിറ്റി ഉള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ജഗദമ്മയെ ഇപ്പൊ മലയാളികൾക്ക് ശരിക്കും റിലേറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ദുർവിശി കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമവാക്യങ്ങൾ ആളുകൾ എപ്പോഴും പറയാറുണ്ട്. ആ ക്യാരക്ടർ നമ്മൾ എവിടെയെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ ജഗദമ്മ എവിടെയെങ്കിലൊക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഉറപ്പായിട്ടും. ജഗദമ്മ നമ്മൾ പുതിയതായിട്ട് നമ്മളായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന അങ്ങനത്തെ ഒന്നുമല്ല. നമ്മുടെ ചുറ്റുപാടിലുള്ള ജഗദമ്മ തന്നെയാണ്. അപ്പം പിന്നെന്താ വെച്ചാൽ അങ്ങനെയുള്ള ജഗദമ്മമാർക്കൊക്കെ ഒരു പ്രചോദനവും കൂടിയാണ് ഈ ജഗദമ്മ. ഒരുവിധം നമ്മൾ അങ്ങനെ പടപുരുതി നിന്നാൽ ഒരു പരിധി വരെ ജയിക്കാനൊക്കെ എന്നുള്ളതിൻ്റെ കൂടെ തെളിവാണ്. അങ്ങനെ രണ്ട് രീതിയിലും കൊള്ളാം. ഒരു ഇൻസ്പയർ ചെയ്യുന്ന ക്യാരക്ടറും കൂടെ ആയിരിക്കും. കലേഷിന്റെ ക്യാരക്ടറെ കുറിച്ച് പറയും. എൻ്റെ ക്യാരക്ടർ അൻവർ എന്നാണ്. ജഗദമ്മക്കയുടെ കൂടെ തന്നെ ജഗദമ്മക്കയുടെ ഒരു നിഴല് പോലെ കൂടെ നിൽക്കുന്ന അൻവറിന്റെ ക്യാരക്ടറാണ്. ജഗദമ്മക്ക അക്ക എന്നാണ് വിളിക്കുന്നതെങ്കിൽ അമ്മയെ പോലെയാണ്. അപ്പൊ അങ്ങനെ മോനാണെന്ന് ചോദിച്ചാൽ മോനാണ്, അനിയനാണോ എന്ന് ചോദിച്ചാൽ അനിയനാണ്, ഒരു ഡ്രൈവറാണ് ആണ്, ബോഡി ഗാർഡ് അതാണ്, ഓളിനാണ്. അപ്പൊ അക്കയുടെ കൂടെ എല്ലാത്തിനും ഉണ്ട്. അക്കയ്ക്ക് വേണ്ടി അതെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവർ തമ്മിലുള്ള ആത്മബന്ധം എന്താണ്. അതുപോലെ തന്നെ അക്കയും എന്ത് കാര്യത്തിനും ആദ്യം അൻവർ എവിടെ എന്ന് എനിക്ക് ചോദിക്കാം. അപ്പൊ അൻവറെ എന്ന് വിളിക്കുമ്പോഴത്തേക്കും ആ വിളിയിൽ തന്നെ അൻവറിന് അറിയാം എന്തിനാ വിളിക്കുന്നതെന്നുള്ള. അപ്പൊ അത്രയും ഒരു സിങ്കാണ് ഇവര് തമ്മിൽ. അപ്പൊ അത് അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് ഇപ്പൊ ഈ ഒരു ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി നമ്മൾ സിനിമകളൊക്കെ കിട്ടി വരുന്ന ഒരു സമയത്ത് ചേച്ചിയുടെ കൂടെ ത്രൂ ഔട്ട് നമുക്കൊരു സിനിമയിൽ ഒരു ക്യാരക്ടർ കിട്ടുന്നു. അത് മാത്രമല്ല ഹ്യൂമർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഞാൻ ഇതുവരെ ഹ്യൂമർ ചെയ്തിട്ടില്ല. അപ്പം ത്രൂ ഔട്ട് നമുക്ക് ചേച്ചിയുടെ കൂടെ കോമ്പിനേഷനിൽ ഹ്യൂമർ ചെയ്യാൻ പറ്റുക, പിന്നെ തിരുവനന്തപുരം ഭാഷ സംസാരിക്കാൻ പറ്റുക, എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ഒരു സിനിമയിൽ. അത് ആക്ച്വലി മൊത്തത്തിൽ പറഞ്ഞ അൻവർ അല്ല അൻവാൽ വാലാണ്. അതെ അല്ലേ? അത് കൊള്ളാം. കറക്റ്റ്. ഇത് തന്നെ നമ്മൾ ഒരു മീറ്ററില്ലേ എന്ന് പറയാ ആ വിളിക്കും പറയാ എന്തിനാ വിളിക്കുന്നത്. അതാണ് ഇവര് തമ്മിലുള്ള ബന്ധം. അതാണ്. ഇപ്പൊ ഞാൻ പണ്ട് പറയേണ്ടത്, എനിക്ക് അധ്യാപിക ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എന്റെ അച്ഛനെ കണ്ടിട്ട് അച്ഛനാകെ ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കുന്ന കണ്ടിട്ടുള്ള അധ്യാപകരുടെ മുമ്പിൽ മാത്രം. അതുകൊണ്ട് എനിക്ക് അധ്യാപിക ആവണമെന്ന് ചെറുപ്പത്തിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ആഗ്രഹം പോയി, അടുത്ത സമയത്ത് അങ്ങ് പോയി. അനുഭവങ്ങള് ടീച്ചർമാരെ കരാവ് ചെയ്യുന്ന ന്യൂസിലൊക്കെ കാണുന്നില്ലേ? ടീച്ചർമാരെ കരാവ് ചെയ്യുന്ന വെള്ളം പോലും കൊടുക്കാതെ ഇരുന്ന് ഇപ്പം ആഗ്രഹം മാറിയിട്ടുണ്ട്. തമാശയാണ്. തമാശ ഞാൻ തോന്നിയതാണ് ഇത്. നമ്മുടെ അധ്യാപകരെയൊക്കെ നമ്മൾ ഒരുപാട് ബഹുമാനിക്കാൻ അല്ലെ ന്യൂസ് പറഞ്ഞ് ശരിയല്ലേ? ചിലപ്പോൾ ആരുടെ കയ്യിൽ തെറ്റം നമുക്കറിയത്തില്ല, ആരുടെ കയ്യിലാണ് തെറ്റം നമുക്കറിയാം. പക്ഷെ അധ്യാപികമാരെ കരാവ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? തടയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ അതൊരു സൈക്കോളജിയാണ്. കാരണം ഏറ്റവും വലിയ വീരശൂര പരാക്രമിയായിട്ട് കണ്ടിരിക്കുന്ന എൻ്റെ അച്ഛനെയാണ്. അച്ഛൻ്റെ കൂട്ടുകാരും അച്ഛൻ്റെ വീട്ടുകാരും ഒക്കെ പറഞ്ഞിരുന്നത് അത്ര എന്തിനും പോകുന്ന ഒരാളായിരുന്നു. അതുപോലെയുള്ള പക്കവും തൊടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരാളാണ്. ഒരു 6 അടി 3 ഇഞ്ച് ഹൈറ്റും അല്ല ഒരു ആചാനുഭാവിയായിട്ടുള്ളൊരു മനുഷ്യൻ, കപ്പടാ മീശയും കാര്യങ്ങളൊക്കെ വെച്ച് ഭയങ്കര അച്ഛൻ വിചാരിച്ച എന്തും നടക്കും.
ആ അച്ഛൻ വിനയമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അച്ഛനെ പേടിക്കണം എന്ന് പറയുന്നത് ഭയങ്കര ഉദ്യോഗമാണ്. അതാണ് ഒരു അട്രാക്ഷൻ, മനസ്സിലായില്ലേ? പക്ഷെ ഇപ്പോ കുറെ പോയി എൻ്റെ കുടുംബത്തിൽ തന്നെ അധ്യാപകർ ഒരുപാട് പേരുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്ന ഓരോ ദിവസവും വിദ്യാർത്ഥി ആയിക്കൊണ്ടേയിരിക്കണ ഒരു അധ്യാപകനായാലും അവര് പഠിച്ചുകൊണ്ടിരിക്കണ്ടേ, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണ്ടേ. അപ്പം അത് ഈസി ആയിട്ടുള്ളൊരു ജോലി അല്ല. പിന്നെ അങ്ങേയറ്റം ക്ഷമ വേണ്ടേ. ഞാൻ എൻ്റെ 2 മക്കളെ വളർത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയും പിള്ളേരെ മാനേജ് ചെയ്യുമ്പോൾ നമ്മുടെ എപ്പോഴാണ് നമുക്ക് ഒരിക്കലും നമ്മുടെ ആ നല്ല തെറ്റാൻ പാടില്ലല്ലോ. ഇങ്ങനെ പോകണ്ടേ. അപ്പം ബുദ്ധിമുട്ടുള്ള പണിയാണെന്ന് എനിക്ക് മനസ്സിലായി. കഥാപാത്രങ്ങൾ ഇപ്പൊ സ്ഫടികത്തിലൊക്കെ ടീച്ചറായിട്ടൊക്കെ വന്നപ്പോ ഒരു ചെറിയൊരു ആശ്വാസമൊക്കെ കിട്ടിയ ശരിക്കും. അത് ടീച്ചറായിട്ട് പല പടങ്ങളിൽ ഞാൻ നാരായണത്തില് ഈ അറബി ടീച്ചറായിട്ടാണ്. ടീച്ചറായിട്ട് കുറെ ക്യാരക്ടേഴ്സ് ചെയ്തു. അങ്ങനെയൊക്കെ ആഗ്രഹം തീർത്തിട്ടുണ്ട്. എങ്കിൽ പോലും റിയൽ ലൈഫിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഒരു അധ്യാപികയുടെ ക്യാരക്ടർ അങ്ങനെ ലീഡ് ചെയ്യുന്നൊരു സിനിമ, ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് അങ്ങനെയുള്ളൊരു സിനിമ എന്ന് പറയുന്നത് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. ഓർക്കണം. അത് പേടിക്കണ്ട, നമുക്ക് എടുക്കാം. കാരണം 2 4 അല്ലേ, ഇയാൾ 5 കണ്ടുപിടിക്കൊന്നും വേണ്ടല്ലോ. പഠിപ്പിക്കാൻ വളരെ എളുപ്പമാണ് പഠിപ്പിക്കാൻ. പഠിപ്പിക്കാൻ എളുപ്പം. നമ്മള് പുതിയതായിട്ട് കണ്ടുപിടിക്കണ്ടല്ലോ. 2 4 തന്നെ ഉണ്ട്. അത് ബുക്കിൽ നോക്കിയാലും നമ്മൾ കോട്ടയത്ത് പോയി നോക്കിയാലും എറണാകുളത്ത് പോയി നോക്കിയാലും 2 4 ഈസിയാ. ഇനി നിനക്ക് സമയമുണ്ട്. അല്ല, അതുകൊണ്ട് തന്നെ പക്ഷെ അതിന്റെ ഒരു നല്ല വശം പറയാം, ഒട്ടും ഫോർമാലിറ്റി ഇല്ലാത്തൊരു ആളാണ്. അപ്പൊ അത് സെറ്റിലും അങ്ങനെ തന്നെയാണ്. ഒരു ഡയറക്ടർ സാർ എന്നൊന്നും ആരും വിളിച്ചിട്ടേ കണ്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ചേട്ടനാണ് ശിവദാസ്. അപ്പൊ ശിവേട്ടൻ എന്നാണ് ഞങ്ങൾ, ശിവൻ ചേട്ടൻ ശിവേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം എല്ലാവർക്കും സെറ്റില് ഒരു ജ്യേഷ്ഠ സഹോദരൻ, ഒരു ജ്യേഷ്ഠ സുഹൃത്ത് പോലെയാണ്. അപ്പം എല്ലാവരും ആരും അങ്ങനെ ഒരു ഡയറക്ടർ സാർ എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കത്തൊന്നുമില്ല. എല്ലാവരും ശിവേട്ടൻ ഇതെന്ന് പറഞ്ഞാൽ ശിവേട്ടൻ എല്ലാത്തിനും കൂടെ ഉണ്ട്. അപ്പൊ അതാണ് ഇവിടെ കാണുന്നത്. അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. നമ്മളെ ഓരോ മീറ്റർ ഈശ്വരൻ തന്നിട്ടുണ്ട്. അത് മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഫോർമലായി പോകും, അഭിനയമായി പോകും. അഭിനയിക്കാനാണെങ്കിൽ ഇത്രയും അഭിനേതാക്കൾ ഇവിടെ കിടക്കുമ്പോൾ ഞാൻ കിടന്ന് അഭിനയിക്കുന്നതിന് എൻ്റെ സ്വഭാവം ഇതാണ്. അതുകൊണ്ട് ദോഷവശങ്ങളും ഉണ്ട്. വൈഫ് പറയും, ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളെ അറിയുന്നതിന് മുമ്പ് നമ്മുടെ ആ ഒരു ടോണോട് തമാശക്ക് ഒരു പ്രശ്നമുണ്ടല്ലോ. പക്ഷെ നമ്മളെ അറിയാത്ത സദസ്സിൽ തമാശ പറഞ്ഞാൽ അസ്ഥാനത്തായി പോകും, തെറ്റിദ്ധരിക്കപ്പെടും. അല്ല, അത് ശരിയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ശൈലിയുണ്ട്. ആ ശൈലിക്ക് എനിക്ക് ആളിനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ അപ്പോഴേ സ്കൂട്ട് ചെയ്യും. അപ്പോഴേ നമ്മൾ ആ കളത്തിൽ നിന്ന് അങ്ങ് പോകും. എനിക്ക് ഒരുപാട് ഫോർമലായിട്ടുള്ള സ്ഥലത്ത് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഫംഗ്ഷനുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ജസ്റ്റ് പോയി വിസിറ്റ് ചെയ്തിട്ട് പോകും. കാരണം നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ, ഒരു കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കണ്ട ഇപ്പൊ കുറെ മാറ്റങ്ങളുണ്ട്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ ആമ്പിള്ളേരെ കുറെ വേണം ഇതിന് രാത്രി തേങ്ങ തിരിങ്ങാൻ. ഇപ്പം മെഷീനകത്ത് 5200 തേങ്ങ 1 മണിക്കൂർ കൊണ്ട് അവർ അരച്ചു വരും. തേങ്ങ തിരിങ്ങും, തേങ്ങ ഉടയ്ക്കുക, വെള്ളം ഉണക്കൊക്കെ ആണെങ്കിൽ ചുമന്ന് കൊണ്ടുവരണം കല്യാണ വീട്ടിൽ. പിന്നെ ആഘോഷം എല്ലാം ഒരു ഇതാണ്. ഇതല്ലാതെ കല്യാണ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വളരെ ഫോർമലായിട്ട് എല്ലാം ഓരോ ജോലിക്കാർ ചെയ്യുന്നു എഴുതുമ്പോൾ നമുക്കത് പറ്റത്തില്ല. ഇതുകൊണ്ട് എൻ്റെ ഗ്രാമത്തിലെ ആ ഒരു ശൈലി മറ്റുള്ള പഞ്ചായത്തുകളിലും ഒക്കെ ശൈലികളുണ്ടല്ലോ, ഇതെല്ലാം ഏകദേശം ഒരേപോലെ. ഒരു നാട്ടിലൊരു വിഷയം ഉണ്ടായാലും ഒരു ഉത്സവമോ ഒരു കല്യാണമോ കാര്യം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ അങ്ങ് തീരും അന്ന് ഉള്ളതുപോലെ. അപ്പോൾ അതുമാണ് എൻ്റെ കഥയുടെ എക്സ്പീരിയൻസ്. അതുകൊണ്ടാണ് പാൻ പഞ്ചായത്ത് എന്നുള്ള സിനിമ. മനസ്സിലായി. അപ്പൊ ഞാൻ ഫോർമലാവണ്ട, എനിക്ക് ക്രിയേറ്റിവിറ്റി, എൻ്റെ ശൈലി. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട എൻ്റെ ടീം. ഇപ്പൊ തന്നെ കലേഷ് പറഞ്ഞില്ലേ, എൻ്റെ ടീമിൽ ആരും ഫോർമാലിറ്റി ഉള്ളവരില്ലായിരുന്നു. ഒരു പക്ഷേ ഇച്ചിരി ഫോർമൽ ചിലപ്പോൾ അറിയില്ല, സിനിമയിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരുമോ എന്നുള്ളത് കൊണ്ട് അതൊക്കെ 1 മണിക്കൂർ കഴിയുമ്പോൾ ഇനി കളത്തിപ്പോയി, ഞങ്ങളുടെ കളത്തിപ്പോയി. ശരിയല്ലേ? ചിലർക്കിപ്പം ആൾക്കാർക്ക് എവിടെ ഒരാൾ അങ്ങനെ പറഞ്ഞു, എന്തോ പറഞ്ഞപ്പം ചേട്ടാന്ന് കോൾ മീ സർ, ഒരാൾ പറഞ്ഞു കോൾ മീ സർ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെ ആയിരിക്കും, കോൾ മീ സർ. ഞാനിത് വിളിപ്പിക്കത്തേ ഇല്ല. ഇത് ഒരുപാട് അങ്ങ് ഫോർമലായിപ്പോകും. നമുക്കിപ്പം എൻ്റെ സെറ്റിൽ എനിക്ക് വെള്ളം തരുന്നത്, സാധാരണ സെറ്റിലൊരു സിസ്റ്റമുണ്ട്. സെറ്റിൽ എനിക്ക് ഈശ്വര സത്യമായിട്ട് പറയാം, എനിക്ക് ഡീഹൈഡ്രേഷൻ പെട്ടെന്ന് വെള്ളം ശരീരത്തിൽ
എൻ്റെ ക്യാമറാമാൻ DOP ഏറ്റവും പിന്നെ സീനിയർ ക്യാമറാമാനിൽ ഒരാളാണ് നായർ. ഇവരെ വെള്ളം എടുത്ത് തരും, ചിലപ്പോൾ ഇവൻ തരും, അല്ലെ ആരെങ്കിലും തരും, ഞാൻ അങ്ങോട്ട് എടുത്ത് കൊടുക്കും. ഇത് ഞങ്ങളുടെ ടീം വർക്ക്. ഇതാണ് നമ്മൾ കൂട്ടായ്മ എന്ന് പറയും, എൻ്റെ ഭാഷയിൽ പറഞ്ഞ കൂട്ടായ്മ. ഈ കൂട്ടായ്മ എൻ്റെ പടത്തിൽ എത്രമാത്രം വിജയിച്ചു എന്ന് നിങ്ങൾ പടം കണ്ട് വിലയിരുത്തുക. ഇപ്പോ ശിവസേട്ടൻ പുതിയ ഡയറക്ടറാണ്. അങ്ങനെ ഒരുപാട് ന്യൂ ജനറേഷൻ ഡയറക്ടേഴ്സിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ RJ ബാലാജി പറയുന്നുണ്ട്, ഞാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് 3 ആക്ടേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിൽ ടോപ്പ് 3 ഉർവശി ഉണ്ടാവും പറയുന്നത്. അപ്പോൾ പുള്ളി എപ്പോഴും ഏത് ഇന്റർവ്യൂവിലും പറയാം ഉർവശി എന്ന ആക്ട്രസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ പുതിയ ഡയറക്ടേഴ്സ് വന്ന് പറയുമ്പോൾ അവരിലൊരു ഫാൻ ബോയിനെ എപ്പോഴും കാണാറുണ്ടോ, പഴയ പടങ്ങളൊക്കെ കണ്ട്? ഇത് അല്ല, തീർച്ചയായിട്ടും നമ്മളെ കാണുമ്പോൾ നമ്മുടെ സിനിമകളെ കുറിച്ച് അവർ പറയും. മിക്കവാറും ഡയറക്ടേഴ്സ് അങ്ങനെ പറഞ്ഞു തന്നെയാണ് വിളിക്കുന്നത്. സംസാരിക്കുമ്പോൾ ചേച്ചി ഒത്തിരി ആഗ്രഹമുണ്ട് ചേച്ചി പടം ചെയ്യണമെന്ന്. കുറേ നാളായിട്ട് നമ്മൾ ഡയറക്ഷൻ എന്ന് ചിന്തിച്ചപ്പോൾ തന്നെയുള്ള ആഗ്രഹമായിരുന്നു. പിന്നെന്താ പറയുന്നത്, ചേച്ചിക്ക് പറ്റുന്ന റോള് കണ്ടുപിടിക്കണ്ടേ. കുറെ പടം ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം അങ്ങനെ റോളല്ലാതെ വെറുതെ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ചേച്ചി അതെങ്ങനെ എടുക്കും എന്നുള്ളൊരു പേടിയുണ്ട്. എൻ്റെ ഈ കഥയുണ്ട്, നല്ല റോള് ഞങ്ങൾ രണ്ടുകൂടെ ഇരുന്ന് ഇത് കുറച്ച് നാളായി നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങണമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാം, ഒരു പ്രദേശത്ത് നടക്കുന്ന കുറെ ക്യാരക്ടേഴ്സ് അങ്ങനെ കുറെ സംസാരിച്ച് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. അപ്പൊ അങ്ങനെ എല്ലാ ഡയറക്ടേഴ്സും മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും തെലുങ്കിലും കന്നഡത്തിലൊക്കെ ഉള്ള പുതിയ ഡയറക്ടേഴ്സും ഒക്കെ അങ്ങനെ വിളിച്ച് സംസാരിക്കാറുണ്ട്. അതൊരു സന്തോഷം തന്നെയാണ് തീർച്ചയായിട്ടും. ഇതിൽ അഭിനയിക്കൂടെ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു പ്രോസസ് കൂടെ അഭിനയിക്കുമ്പോഴുള്ള ഒരു ഫിയർ ഓഫ് കൂടെ അഭിനയിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഈ ഭാരം ഏൽപ്പിച്ചത് മാടവാ കേട്ടോ. ഇത് ഞങ്ങള് ഈ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഒത്തിരി നമ്മുടെ ഒരു മദ്യപാനിയുടെ വേഷമുണ്ട്. അപ്പൊ വേഷത്തെ കുറിച്ച് പറയുമ്പോ എവിടേക്കോ സിനിമയിൽ ഒരേപോലെ ഇരിക്കുന്നു മദ്യപാനി. അപ്പൊ ഞാൻ ഈ ഇത് നമുക്കൊന്ന് മാറ്റി പിടിക്കാം എന്ന് പറഞ്ഞ് നമ്മളുടെയൊക്കെ കണ്ടിട്ടുള്ള ചില ആൾക്കാരുടെ ഒരു മാനർസമൊക്കെ കാണിച്ചു നമുക്ക് അതിനൊരു ആർട്ടിസ്റ്റിനെ കണ്ടെത്തണം. ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു നിനക്കങ്ങ് ഈ സ്ഥലത്ത് ഇല്ലേ ഇങ്ങനെ കളവായത്. അതിലെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വേഷത്തിൽ പോലും മദ്യപാനി എന്ന് പറയുന്നത് ഇത്തിരി മണ്ണും ഒക്കെ പറ്റിയതുമൊക്കെ ആയിട്ട് കൈ ഇങ്ങനെ കച്ചുകൂട്ടി. ഇത്രയും ഡീസന്റ് ആയിട്ടുള്ള ഒരു മദ്യപാനി ഈ ആശയെ തേച്ചിട്ടോല വരുന്നത്. ആശയിൽ നമ്മൾ തുണിയല്ല തേച്ചിട്ട് അയാളെ തേച്ചിട്ടേക്ക് ആ രീതി വളരെ ഡീസന്റ് ആയിട്ട് വരുന്ന കുട്ടി. നിങ്ങൾ നമ്മുടെ പടത്തിന്റെ പ്രൊമോഷന്റെ ഏതെങ്കിലുമൊക്കെ വീഡിയോ കണ്ടാൽ എല്ലാവരുടെയും ഡ്രസ്സ് ആ ഗ്രാമത്തിൽ വലിയ സമ്പന്നരില്ല, ഇത്തിരി അടഞ്ഞ ഡ്രസ്സാണ്. മദ്യപാനിയുടെ വേഷം നല്ല വേള് വളർന്നല്ലോ ഊജാല മുക്കി അയാളെ തന്നെ മുക്കി വെച്ചേക്കുക. അത് ഇദ്ദേഹമാണ് പറഞ്ഞ് നീ ചെയ്താൽ മതി. അതിങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്തോറും ഒരു ക്യാരക്ടറിന്റെ എക്സ്പ്രഷനും കാര്യങ്ങളും എല്ലാം അങ്ങ് രൂപപ്പെടുകയാണ്. അപ്പൊ അത് ഇന്നൊരു പുതിയ കാര്യമല്ല. ഇന്ന് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയം എന്ന് പറയുന്ന ഭയങ്കര അപ്രാപ്യമാണ്, ചിലർക്ക് മാത്രം പറ്റുന്ന ഒരു പണിയാണെന്ന് ധരിച്ചിരുന്ന ഒരു കാലമുണ്ട്. അന്നൊന്നും ഡയറക്ടേഴ്സ് ഒന്നും കയറി അഭിനയിക്കത്തില്ല, അത് മോശമാ. യൂണിറ്റുള്ളവരെ ആരെയും അഭിനയിപ്പിച്ച് ഞാൻ കണ്ടിട്ടില്ല വലുതായിട്ട്. അഭിനയിക്കില്ല, അങ്ങനെ ചെയ്യത്തില്ല. എന്റെ പടത്തില് എനിക്ക് തോന്നുന്നു എനിക്ക് ഓരോരുത്തർ നമുക്കിങ്ങനെ നോക്കുന്നിട്ട് ഞാൻ ചെന്ന് പറയും ഈ കൊച്ചു വേഷമായിരിക്കും ഒന്ന് ഇത് ചെയ്യാന്ന് പറയും. അവസാനം 1-2 കക്ഷികൾ ഓടിത്തള്ളി. അനിരുന്നായിരുന്നു ക്യാമറയ്ക്ക് മുമ്പിൽ വരത്തില്ല, പിമ്പിൽ പ്രകൽപ്പന. ഞാൻ പറഞ്ഞു അല്ലേ ഒരു ചെറിയ എഡിറ്റർ പിന്നെ നടക്കുകയല്ല. അപ്പൊ ഒരു സീൻ ഇങ്ങനെ പോയി നിന്നപ്പോഴത്തേക്ക് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാഫി ചെമ്മാടിയിരിക്കുന്നു വരൂ. പക്ഷെ അവരുടെ ഞാൻ ഈ ചെയ്യിച്ചവരുടെ ഉള്ളിലെല്ലാം ഒരു കലയുണ്ട്, അതൊന്നും അഭിനയമൊന്നുമല്ല. നമ്മളുമായി അവർക്ക് ടെൻഷനും ഇല്ല. ശിവേട്ടന്റെ മുമ്പിലല്ലേ അല്ലെ ഉറുവ ചേച്ചിയിരിക്കുകയല്ലേ, അവിടെ ക്യാമറ വെക്കുന്നു, അവര് പറയാനുള്ള ആ മീറ്റർ കറക്റ്റ് ആയിട്ട് വരും. കുറെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ചെയ്തു. പിന്നെ ചേച്ചിയുടെ മുമ്പിൽ അഭിനയിക്കുമ്പോൾ ടെൻഷൻ ഇല്ല ആർക്കെനിക്കോ ജീവിച്ചോണ്ടിരിക്കുന്നതിന് ടെൻഷൻ. ചേച്ചിയുടെ മുമ്പിൽ അഭിനയിക്കുന്നതിനെക്കാട്ടി വലുതാണല്ലോ ജീവിക്കുന്നത്. അവിടെ ടെൻഷൻ ഇല്ലാതിരിക്കുന്ന അഭിനയൊക്കെ പൂസ്കറ്റ്. അല്ല കേൾക്കുന്നുണ്ട്. അത് ഓരോ ക്യാരക്ടേഴ്സും നമ്മുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോഴേ അപ്പൊ ഇനി ഒരാൾ ചെയ്യുന്നത്
അതിനേക്കാളും നല്ലത് നല്ലതൊക്കെ ചെയ്യുന്നതല്ലേ എന്നുള്ളതാണ്. ചാണ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്തൊരു ഒരു ഈ പഞ്ചായത്ത് മെയിൻ ജംഗ്ഷൻ കാണിക്കുന്ന ഒരു ഷോട്ടുണ്ട്. ആ ഷോട്ട് തന്നെ, ആ ഷോട്ടിൽ സിംഗിൾ ഷോട്ട്, അത് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ സിനിമയ്ക്ക്. അതിൽ തന്നെ ശിവേട്ടൻ വന്നിട്ട് ഒരു പാട്ടൊക്കെ പാടി, ശിവേട്ട ഒരു പാട്ടൊക്കെ പാടി. അത് കഴിഞ്ഞ് അതായത് എന്ന് വെച്ചാൽ ഒരു ഈ ചില ആൾക്കാരുടെ ഒരു മാനറിസം ഭയങ്കര രസമാണ്. നമ്മളൊരു ആർട്ടിസ്റ്റായിട്ട് കാണുമ്പോഴാണ് നമുക്ക് അത് പെട്ടെന്ന് അത് കലക്കി. അതായത് ഇങ്ങനെ പാട്ട് പാടിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അവിടെ എന്തോ സംസാരിച്ചിട്ട് വീണ്ടും ആ പാട്ട് അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര അതെന്ന് വെച്ചാൽ ഉള്ളിൽ ആ ഒരു ആക്ടർ ഉള്ളത് കൊണ്ടാണ്. കണ്ടിന്യൂസ് വേഷമൊന്നുമില്ല, ചെറിയൊരു സാധനമാണ്, പക്ഷെ അത് ചെയ്തു. ഇപ്പൊ എനിക്ക് ഒരു സിനിമയെ കുറിച്ച് മാമിന്റെ ഇപ്പൊ ഫിലിമോഗ്രഫിയിലെ അധികം അങ്ങനെ പെട്ടെന്ന് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. മകിലർ മട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഉണ്ടല്ലോ. ശരിക്കും ആ സിനിമ ആ സമയത്തെ നല്ല ഇപ്പൊ നോക്കിയാലും ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള കണ്ടന്റ് ഓറിയന്റഡ് സിനിമകളിൽ ഒന്നാണ്. അപ്പൊ ശരിക്കും ആ സിനിമ ചെയ്യുമ്പോൾ അതിന്റെ കണ്ടന്റിന്റെ ഇമ്പോർട്ടൻസ് ശരിക്കും സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചപ്പോ കിട്ടിയിരുന്നു, അതിന്റെ ഇമ്പാക്ട്? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ക്രേസി മോഹൻ ആ സ്ക്രിപ്റ്റ് എനിക്ക് തോന്നുന്നു മറ്റുള്ള ആക്ടേഴ്സിന്റെ അടുത്ത് പറയുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞതായിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് എന്നോട് ഓപ്ഷൻസ് ചോദിച്ചു, 3 റോളിൽ ഏത് റോളാണ് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്തോളാം. പക്ഷെ എനിക്ക് ആ മിഡിൽ ക്ലാസ് ക്യാരക്ടറാണ് ഇഷ്ടപ്പെട്ടത്. മറ്റേ ക്യാരക്ടർ ആ രോഹിണി ചെയ്ത റോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞു. ചെയ്യാൻ പറ്റില്ല എന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുറച്ചുകൂടി ഡാർക്ക് ആക്കണം, അങ്ങനെ ഇങ്ങനെ ചില സംഗതികളുണ്ട്. അതിൻ്റെ കണ്ടിന്യൂറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്. മറ്റേ റോള് വേണോ ഈ റോള് വേണോ ഏതാണ് ചെയ്തത്? ഞാൻ പറഞ്ഞു എനിക്ക് ഇത് തന്നെയാണ് ഇഷ്ടം. കാരണം ഇതായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള റോള് എന്നുള്ളതാണ് അങ്ങനെയാണ് ചൂസ് ചെയ്തത്. മാത്രമല്ല അതിനകത്ത് ആ ബിഗിനിങ് ആ ഷോട്ടിൽ അഭിനയിപ്പിച്ചിരിക്കുന്നത് ഒറിജിനൽ ആദ്യത്തെ ഇന്ത്യയിലെയാണോ ദക്ഷിണേന്ത്യയിലാണോ ആദ്യത്തെ ബസ് ഡ്രൈവറാണ് ആ സ്ത്രീ. ഫസ്റ്റ് ബസ് ഡ്രൈവറാണ്. അവരെ ഒറിജിനലായിട്ട് അവരെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചിരിക്കുന്നത് ഞാൻ കയറുന്ന ബസ്സിൽ. അപ്പോൾ മകളിർ മട്ടും എന്നാണ് ആ ബസ്സിന്റെ ഇട്ടിരിക്കുന്ന പേര്. അങ്ങനെയാണ് അതിന്റെ ടൈറ്റിൽ തുറക്കുന്നത്. അത് മുതൽ തന്നെ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ക്രേസി മോഹന്റെ എല്ലാ സ്ക്രിപ്റ്റിലും ഈ പഞ്ചതന്ത്രമൊക്കെ ശരിക്കും മാമിന്റെ റോൾ അങ്ങനെ എല്ലാം ഉള്ളത് കൊണ്ട് ശ്രദ്ധിക്കപ്പെടാണ്ടിരുന്ന റോളുകളിലൊന്നാ മാമിന്റെ ഒരു ഈ കോമഡി ട്രാക്ക് അല്ലെങ്കിൽ ഭയങ്കര ഹ്യൂമർ ട്രാക്ക്. ശരിക്കും അതൊക്കെ ഭയങ്കര അതൊക്കെ വളരെ രസകരമായ ഷൂട്ടാണ്. ഈ പഞ്ചതന്ത്രവും മൈക്കിൾ മാധവ കാമരാജനും ഇനി ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സംഗതികൾ. എത്ര പേരാണ് ഉച്ചയ്ക്ക് ഇരുന്ന് ആഹാരം കഴിക്കുന്നത്? എല്ലാവരുടെ വീട്ടിൽ നിന്നും ഫുഡ് വരും, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വരും. എല്ലാവരുടെ ഇടയ്ക്ക് കമൽ സാറിന്റെ വീട്ടിൽ നിന്നും വരും, ജയറാമിന്റെ വീട്ടിൽ നിന്ന് വരും, എൻ്റെ വീട്ടിൽ നിന്ന് വരും, എല്ലാവരുടെയും. രമ്യാകൃഷ്ണന്റെ വീട്ടിൽ നിന്ന്, ഐശ്വര്യയുടെ വീട്ടിൽ നിന്ന് അവർ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് തൈര് കൊണ്ടുവരും. നല്ലവണ്ണം തിക്കായിട്ടുള്ള തൈരായിരിക്കും കൊണ്ടുവരുന്നത്. ഒരു ആഘോഷമായിരുന്നു ആ സിനിമ. തീർച്ചയായിട്ടും അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്തിട്ടുള്ള. കാരണം ആ മകളും പെട്ടെന്നുള്ള സിനിമ തന്നെ ഏറ്റവും വലിയ റിസ്ക് ആയിരുന്നു ആ സമയത്ത്. കാരണം നായികമാരെ വെച്ച് കുറച്ച് ഗ്ലാമറസ് ആയിട്ട് എക്സ്പോസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് കമൽഹാസൻ. അദ്ദേഹത്തിന്റെ നോർമൽ സിനിമകളിൽ അദ്ദേഹത്തിന് ഹീറോയിൻസ് അങ്ങനെ പെർഫോം ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഗ്ലാമർ ചെയ്യാത്ത രോഹിണി കുറച്ച് ഗ്ലാമറസ് ആയിട്ട് ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട് തമിഴില്. പക്ഷെ രേവതി ഞാനും ഒക്കെ ഒരു ഹോംലി ഇമേജുള്ള നായികമാരാണ്. അവരെ മെയിൻ വെച്ചിട്ടാണ് ഒരു സിനിമ. നായകനില്ല. കമൽ സാർ ലാസ്റ്റ് വരുന്നതാണ്. അല്ല അതുകൊണ്ട് നമ്മളെ പോലുള്ളവർ കണ്ടത് നടിയാവോ? അല്ല അത് അല്ല അല്ലാതെ ഗ്യാരണ്ടി വേണ്ടേ? ഒരു പ്രൊഡ്യൂസറായിട്ട് എടുക്കുമ്പോ അത് റിസ്ക് അല്ലേ? കമൽ സാർ എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസറുടെ ധൈര്യം അത്. ഇത് ഉറപ്പായിട്ടും വിജയിക്കും. കമൽ സാർ ലാസ്റ്റ് ആ ഗസ്റ്റ് അപ്പിയറൻസ് വന്ന പോലും ബിഗിനിങ് ഇല്ലായിരുന്നു. കേരള എമ്മയെ പോലെ ഒരു എക്സ്പീരിയൻസ് ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് എന്നുള്ളതായിരുന്നു ആദ്യം കിട്ടിയ വിവരം. പിന്നീടാണത് അതിലേക്ക് വന്നത്, കമൽ സാറിലേക്ക് വന്നത്. ക്രേസി മോഹൻ സംഗീതം അദ്ദേഹം തന്നെയാണ് അപൂർവ സഹോദരന്മാർ എടുത്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ എന്റെ ഫസ്റ്റ് കന്നഡ സിനിമ അദ്ദേഹത്തിന്റെയാണ്. നോന്തരം ഡയറക്ടറാണ്. കോമഡിയുടെ ക്വാണ്ടിറ്റി അറിയാന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. അതില് അഗ്രഗണ്യരായ 2 ഡയറക്ടേഴ്സിനെ കണ്ടിട്ടുള്ളൂ. ഒന്ന് ഞാൻ സംഗീതം സാറിനെയും, ഒന്ന് സത്യേന്ദ്ര കാണിനെയും. നമ്മൾ ഹ്യൂമർ പെർഫോം ചെയ്യുന്നതിന്റെ കറക്റ്റ് മീറ്റർ അറിയാം സത്യേന്ദ്രന്. അപ്പം നമ്മൾ വേറെ മറ്റു സിനിമകളിലൊക്കെ പെട്ടുപോയിട്ട് സത്യേന്ദ്രന്റെ സിനിമകളിലേക്ക് വരുമ്പോൾ അതിൽ ചെറിയ ചേഞ്ച് വരും. പക്ഷെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ സത്യേന്ദ്രൻ അത് മാറ്റിയെടുക്കും.
കുറച്ച് അത് വേണ്ട കേട്ടോ, അങ്ങനെയാണോ പറയാ? അങ്ങനെ പറയുള്ളൂ. ആ ഒരു സംഗതി വേണ്ട, കുറച്ചുകൂടെ കുറയ്ക്കാം, അല്ലെങ്കിൽ ഒരിത്തിരി ഇങ്ങനെ കൂട്ടാം. അപ്പൊ ഞാൻ അന്തം വിട്ടു പോയിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. ചില ഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ പോലെ പോയി രാത്രി എന്നൊരു 9:30 വിളിക്കും, സത്യേട്ടാ എന്താ ഋഷി ചേട്ടാ ആ ഷോട്ട് എടുത്തത് ശരിയായോ? ആ ഷോട്ട് എടുത്തത് ശരിയായി, അതുകൊണ്ടാണ് ഓക്കെ പറഞ്ഞത്, മിണ്ടാതെ കടന്നുറങ്ങുക കേട്ടോ അന്ന് പറയും, ചീത്ത പറയും. മിണ്ടാതെ കിടന്നുറങ്ങിയാൽ മതി, നന്നായിരുന്നത് കൊണ്ടാണ് ഓക്കെ എന്ന് പറഞ്ഞ കേട്ടോ. പിന്നെ അത് ശരിയായോ, ഇത് ശരി, ഇത് തന്നെയാണ് ആലോചന. ഇത് ഞാൻ അറിയുന്നില്ല ഞാൻ എന്താ പെർഫോം ചെയ്യുന്നത്, മോണിറ്റർ ഒന്നും തൊട്ട് നോക്കത്തുമില്ല, നോക്കിയാലും എനിക്ക് എന്നെ ജഡ്ജ് ചെയ്യാൻ അറിയത്തില്ല, പിന്നെയും ബെറ്റർ ആക്കണമെന്ന് തോന്നിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ അത്രമാത്രം അറിയാവുന്നത് തന്നെയാണ് സംഗീതം സാറ്. നമ്മളെ കൊണ്ട് ഇങ്ങനെ റിഹേഴ്സലിൽ കൂടുതൽ ഇങ്ങനെ പെർഫോം ചെയ്യിച്ചിട്ട് ടേക്കിന് തൊട്ട് മുമ്പ് ആ ഒരു സംഗതി ചെയ്തില്ലേ, അത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഒരെണ്ണം പറഞ്ഞില്ലേ അത് വെക്കുക, അങ്ങനെ പറയും. അത്ര മിടുക്കരായിട്ട് 2 ഡയറക്ടേഴ്സിനെ ഹ്യൂമറിന്റെ കാര്യത്തിൽ, കാരണം ആർക്കും ഒരു അളവ് പോലും പറയാൻ പറ്റില്ല. എന്താ ഞാൻ ചെയ്തപ്പോ അങ്ങനെ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊന്നും പറ. അതെ അതെ ഞാൻ നേരത്തെ ചോദിച്ചില്ല പല ഡയറക്ടേഴ്സിനോട്. അപ്പം ശിവേട്ടനെ ഇത് ചെയ്യുമ്പോ ആ മീറ്റർ എങ്ങനെയാ പുള്ളി പറഞ്ഞേ, ഷോർട്ടൊക്കെ പറയണേ എങ്ങനെയാ? അല്ല ഉണ്ട്, ചിലതറിയാം. നമ്മുടെ ഇപ്പം ജഗദമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പല കാര്യങ്ങൾക്കും ഒരു ശകലം മേളിൽ നിൽക്കുന്ന ചിലരുണ്ട് അങ്ങനെ. കാരണം എവിടെയെങ്കിലും ഒരു സദസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് കാര്യമായിട്ട് എല്ലാത്തിലും കയറി പെരുമാറുന്നവരുണ്ടാവും. പല സംഗതികളും നടത്തിക്കുമ്പം അത് ഞാനിവിടെ ഉണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതിൻ്റെ ഗണത്തിൽപ്പെടുന്നതാണ് ജഗദമ്മ. അല്ലാതെ ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ മാറി നിന്ന് പതുക്കെ കാര്യങ്ങൾ നടത്തുക അതില്ല. അപ്പം അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും. അപ്പം അതിന് കൃത്യമായിട്ടുള്ള ഇത്രയും മതി, അത് ഇങ്ങനെയുള്ള ആ ഒരു മൂവ്മെന്റ് വേണ്ട എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രമല്ലേ, അപ്പൊ പിന്നെ അത് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. ഈ മൂക്കുത്തിയമ്മനിലും അങ്ങനെയാണോ? ഈ ആ ലൗഡ് മീറ്റർ അല്ലേ ശരിക്കും പടം മുഴുവൻ? അതെ അതെ, ആ പടം മുഴുവൻ അതാണ്. ആ സിനിമ അത് ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ മുഖത്ത് ഒരു എന്താ പറയുന്നത്, ഒരു സെക്യൂറായ ഒരു സെക്യൂരിറ്റി ഉള്ള ഒരു സ്ത്രീയുടെ മക്കളും അതൊക്കെ ഉള്ള ഒരു ആ പടം. അതെ അതെ, മൂക്കുത്തി. അതിനകത്ത് ഇത്തിരി എക്സെൻട്രിക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഇത്തിരി തെറിച്ച ഒരാളാണ്. അതല്ല ഇത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകപ്പാടെ ജഗദമ്മയ്ക്ക് ഇവര് വീട്ടിലൊരു പെൺകുട്ടി ഉള്ളതല്ലാതെ ബാക്കിയുള്ളവരെല്ലാം എങ്ങനെയാണ് പിന്നെ ജഗദമ്മയെ കാണുന്നതെന്ന് ജഗദമ്മയ്ക്ക് പോലും അറിയല്ല. അതിന് കാരണമുണ്ട്. പക്ഷെ അത് ജഗദമ്മയെ എങ്ങനെ കാണുന്ന ആ യാത്രയാണ് പടത്തിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. മനസ്സിലായി? അപ്പൊ അത് ആ മീറ്റർ അല്ല ഇത്, ഈ മീറ്റർ ഇത് വേറെ സാധനമാണ്. പടത്തിന്റെ ജോണർ എന്ന് പറയുമ്പോൾ നമ്മള് മൂക്കുത്തിയമ്മൻ ഹ്യൂമർ തന്നെയാണെന്ന് നമുക്കറിയാം, ഹ്യൂമറിന് വേണ്ടിയുള്ളൊരു സിനിമയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. പക്ഷെ ഇത് വളരെ നാച്ചുറലായിട്ടുള്ള, അങ്ങനെ ചിലത് കോമഡി ആയേക്കാം, അത് കാണുന്നവരുടെ താല്പര്യം കൂടെ അനുസരിച്ചിരിക്കും. ഇപ്പൊ ചില സിനിമകളൊക്കെ പണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറച്ച് ഫ്രാങ്ക് ആണ് പല കാര്യങ്ങളിലും. അപ്പൊ ഈ ചില സിനിമകളൊക്കെ നമ്മളോട് കഥ പറഞ്ഞ് തുടങ്ങി ഭയങ്കര സെറ്റപ്പിലൊക്കെ വന്ന് നറേറ്റൊക്കെ ചെയ്തത്, പക്ഷെ ഒന്ന് മിഡ് വേയിലൊക്കെ എത്തി നിൽക്കുമ്പോ നമുക്ക് തോന്നുമല്ലോ അത് അത്ര വഴിക്ക് പോകുന്നില്ല, ഇത് നമ്മൾ വിചാരിച്ച പോലെ വരുന്നില്ല. ശരിക്കും മാം അവരോട് പറയൂ ഇത് വിചാരിച്ച പോലെ വരുന്നില്ല എന്നുള്ള? തീർച്ചയായിട്ടും പല സിനിമകൾക്കും പറഞ്ഞിട്ടുണ്ട്. അത് പലരും നമുക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ട്, ഋഷി നമുക്കിങ്ങനെ അത് മാറ്റി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നവരുണ്ടാവും. ഇല്ല കുഴപ്പമില്ല, നന്നായിട്ട് തന്നെയാണ് പോകുന്നത് എന്ന് പറഞ്ഞ് എടുക്കുന്നവരുണ്ട്. പക്ഷെ അത് ഏകദേശം ഒക്കെ ഒരു 99% നമ്മൾ ചിന്തിച്ച പോലെ തന്നെ നടന്നിട്ടുണ്ട്. ആ കമ്മ്യൂണിക്കേഷന്റെ ടോണാണല്ലോ പലർക്കും ഇതാവാം. അപ്പൊ മാം കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് തന്നെ. അല്ല, അങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഒരു പാർട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആരായാലും, ഇപ്പൊ അജിനായാലും അജിൻ ചെയ്യുന്ന ഒരു ജോലിയിൽ ഇടപെടുന്നതിന് എനിക്കൊരു പരിമിതിയുണ്ട്. പിന്നെ സ്നേഹം കൊണ്ടും സഹകരണം കൊണ്ടും നമ്മളത് മാറ്റുക എന്നുള്ളതല്ലാതെ നമ്മൾ ഡിമാൻഡ് ചെയ്തിട്ട് അത് അങ്ങനെ മതി എന്ന് പറയുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഒരു ജോലിക്കും ശരിയല്ല. നമ്മളാൽ കഴിയുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം നമ്മളും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അത് വിജയിച്ച് വരട്ടെ എന്ന് വിചാരിച്ചായിരിക്കും പറയുന്നത്. അത് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് ഒരു പുനർവിചിന്തനം നടത്താൻ താല്പര്യമുള്ളവരാണെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സൈലന്റ് ആവും, കുഴപ്പമില്ല.
ഇപ്പൊ ശിവസേട്ടൻ ചോദിക്കുക, റൈറ്റർ ഋഷിയുടെ കയ്യിൽ നമ്മൾ സിനിമയാക്കാൻ പറ്റുന്ന കഥകളെ കുറിച്ച് ഡിസ്കഷൻസ് നടന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞതിന് തന്നെ എനിക്ക് മറുപടി. നല്ല വേഷമുണ്ട്, ഇപ്പം നല്ല വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേഷമുണ്ട്. ഡേറ്റ് ശരിയാവുന്ന ഒറ്റ വേഷമാണ്, ഭാര്യ നല്ലോണം അപ്പം ആ വേഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സിനിമയിലാക്കാം. എൻ്റെ കൂടെ വന്നിട്ട് ഭാര്യ എന്നുള്ള വേഷം നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ആ വേഷം ഇല്ല എന്നാന്നല്ലേ അദ്ദേഹം പറഞ്ഞു. നല്ല വേഷങ്ങൾ പലർക്കും കിട്ടുന്നില്ല എന്നൊരു വാക്ക് നേരത്തെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഉണ്ട് ഭാര്യയുടെ വേഷം. ഞങ്ങൾ കുറെ കഥകൾ ചർച്ച ചെയ്യും, ഇഷ്ടംപോലെ ചർച്ച ചെയ്യും. വീട്ടിൽ സിനിമയുണ്ടോ? അപ്പൊ പലരും ഞാൻ പറഞ്ഞിട്ടുണ്ട് സിനിമയെ ഉള്ളൂ. അതല്ലാതെ മറ്റ് നമ്മളിപ്പോൾ വിശേഷങ്ങൾ പറയുമ്പോഴും നമ്മുടെ ആളുകളെ കുറിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഷൂട്ടിങ്ങിൽ വന്ന് കലേശം ഉണ്ടായിരുന്നു, അവൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, അതൊക്കെ ഉള്ള കാര്യങ്ങളെ നമുക്ക് പറയാനുള്ളൂ. കൽച്ചേച്ചി വന്ന് പറയുന്നതും ആ വിശേഷങ്ങളല്ലേ. ഇടയ്ക്ക് നമ്മുടെ കുടുംബകാര്യം ബന്ധുക്കളുടെ കാര്യമൊക്കെ പറയും, പക്ഷെ പ്രധാന വിശേഷം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതല്ലേ ഉള്ളൂ. ഈ കലേജ് ഇപ്പൊ ഋഷിയുടെ കുറെ ദിവസങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്യല്ലോ. അപ്പൊ ഈ ശരിക്കും പഠിച്ചൊരു ഒരു ഭയങ്കര ഒരു ക്വാളിറ്റി എന്താണ്? ഇല്ല, ഒരു ക്വാളിറ്റി അല്ല, കുറേ ക്വാളിറ്റീസ് പഠിച്ചു എന്ന് പറയാം. കാരണം ഞാനിപ്പം നേരത്തെ പറഞ്ഞു, ഇപ്പം വിനീതേട്ടൻ്റെ സിനിമകൾ 2 സിനിമ ചെയ്തപ്പോൾ വിനീതേട്ടൻ സ്കൂൾ ഓഫ് ആക്ടിങ് എന്ന് എല്ലാവരും പറഞ്ഞു, വിനീതേട്ടൻ സ്കൂൾ ഓഫ് മീഡിയ എന്നൊക്കെ കളിയാക്കി. ഞാൻ പറഞ്ഞു അത് സ്കൂളാണെങ്കിൽ ഇത് യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ആ സ്കൂളിൽ പഠിച്ചിറങ്ങി അടുത്തത് യൂണിവേഴ്സിറ്റിയിൽ കയറി എംഎക്ക് കയറിയ അവസ്ഥയായിരുന്നു. അപ്പൊ അതൊരു 10-42 ദിവസം ചേച്ചിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുക. ഈ പറഞ്ഞ പോലെ നേരത്തെ മറ്റേ തിരുവനന്തപുരം ഭാഷയാണ് സംസാരിക്കുന്നത് പറഞ്ഞില്ലേ. അപ്പൊ അത് എനിക്ക് എന്താ പറയുക, ഇപ്പം നേരത്തെ ഇപ്പൊ എന്നെ അറിയാവുന്ന ആളുകൾക്കൊക്കെ ഇപ്പൊ സെൽവ എന്ന് പറഞ്ഞ ക്യാരക്ടർ അല്ലെങ്കിൽ ഇന്ദ്രധനുഷ് അത് തമിഴായിരുന്നു. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് മലയാളം സംസാരിച്ച് സാധാരണ രീതിയിലുള്ള മലയാളത്തിലുള്ള ഭാഷ സംസാരിച്ച് നമ്മൾ കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്തു. ഇതിലേക്ക് വരുമ്പോൾ ഒരു സ്ലാങ് പിടിക്കാൻ പറ്റും. അപ്പൊ ആ സ്ലാങ്, അയ്യോ ചേച്ചി ഇത് എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയും, അത് മതി, ബാക്കി നമ്മളങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. ചേച്ചി അത് പറഞ്ഞു തരും. അപ്പോൾ ചേച്ചി ഓരോ സീൻ വായിക്കുമ്പോൾ, ഓരോ ദിവസം വന്ന് ആ സീൻ വായിക്കുമ്പോൾ എൻ്റെ ഡയലോഗ്സ് ഉൾപ്പെടെ വായിക്കുമ്പോൾ എനിക്കത് കിട്ടുന്നു. ഓക്കെ മക്കളെ ഇത് ഇങ്ങനെ പറഞ്ഞു നോക്ക്, ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നീ ആ ഒരു കൗണ്ടർ, അപ്പോൾ അത് നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയത് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ സിങ്കായി. മനസ്സിലായില്ലേ? അപ്പം അതാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു എവറി ഡേ വാസ് എ ലേണിംഗ് ഈ സെറ്റില്. അതിപ്പോ ചേച്ചി അത് അത്രയും പറ്റിയതിന്റെ ഒരു കാര്യം, അത്രയും പെട്ടെന്ന് ലേൺ ചെയ്യുകയും ഡബിങ്ങിലൊക്കെ ഈസി ആയിട്ട് ചെയ്തു. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മലയാളികൾക്ക് അറിയത്തില്ല, തമിഴില് ഉള്ള കുറേ പടത്തിന് മലയാളത്തില് ഡബ് ചെയ്യുന്ന പല നായകന്മാരുടെ ശബ്ദം അതുകൊണ്ട് പലരും ഡബിങ് ആർട്ടിസ്റ്റ് എന്ന് പറയും. ഈ അജിനാണ് വന്നിട്ട് വോയിസ് ആക്ടർ എന്ന് പറഞ്ഞാൽ ആ വിശേഷണമാണ് കറക്റ്റ്. അപ്പോ ആ സൗണ്ട്, അപ്പൊ എത്രയോ പേരുടെ രീതിക്ക് ഇപ്പൊ നമ്മൾ തമിഴിൽ വരുമ്പോ നമ്മള് തമിഴിലെ ശരവണനെ ഇവിടെ രാധാകൃഷ്ണനാക്കുക, രാധാകൃഷ്ണൻ കോഴിക്കോടുകാരനാണെങ്കിൽ ആ രീതി സംസാരിച്ചു. അത് ഇങ്ങനെ തലേ കിടക്കാം ഇദ്ദേഹത്തിന്. അവൻ തിരുവനന്തപുരത്തോ അല്ലെ കൊല്ലത്തോ ഉള്ളതെന്നുണ്ടെങ്കിൽ ശരവണൻ ഒരേ ശരവണനാണ് തമിഴ്നാട്ടില്. ഇവിടെ നമ്മൾ കഥ ഡബ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ കൊണ്ടുവരും. അതെല്ലാം നല്ലോണം ചെയ്യുന്ന പയ്യനാണ്. ഭയങ്കര പാടാണ് അങ്ങനെ ഡബ് ചെയ്യാൻ. ലാംഗ്വേജ് ഇങ്ങോട്ട് മാറാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് ചുണ്ടൊക്കെ വളരെ ഞാനത് അത് നമ്മള് ആര്യപുത്ര എന്നൊക്കെ പറയുമ്പോൾ ആര്യപുത്ര കുറച്ചുകൂടെ കിടക്കും. അത് ഞാനൊക്കെ തമിഴ് ഇപ്പം പാൻ ഇന്ത്യൻ ഫിലിംസ് എന്നും പറഞ്ഞു ഒരേ സമയത്ത് തമിഴ് ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് മലയാളം ഡബ് ചെയ്യും, അത് കഴിഞ്ഞ് തെലുങ്ക് ഡബ് ചെയ്യും. ഇത് കഴിഞ്ഞ ആകെ ആശയക്കുഴപ്പമാണ്, എല്ലാ വാക്കുകളും കയറി വരും. അത് കഴിഞ്ഞ് തമിഴിൽ ഡബ് ചെയ്യുമ്പോൾ ഞാൻ കന്നഡത്തിന്റെ വാക്കുകൾ കയറുമ്പോൾ അവിടെ നിന്നിട്ട് റെക്കോർഡിസ്റ്റ് പറയും, മേഡം നിങ്ങൾ കന്നഡം പറയുന്നു. അപ്പൊ ഞാൻ തർക്കിക്കും, ഞാൻ പറഞ്ഞിട്ടില്ല കന്നഡം. പിന്നെ അറിയാതെ ഇട്ട് കേൾപ്പിക്കും. நீங்க பாருங்க இங்க பாருங்க சொன்ன എന്നോടും അറിയാതെ വന്നു പോകും. അയ്യോ അങ്ങനെയാണോ പറഞ്ഞത്? കാരണം തലേദിവസം കന്നഡ ഡബിങ് ചെയ്തത്. നമ്മളങ്ങനെ ഒരു വർഷങ്ങളോളം നമ്മൾ ഈ ഡബിങ് ആർട്ടിസ്റ്റായിട്ട് ഇരുന്നത് കൊണ്ട് അതൊരു ട്രെയിനിങ് ഗ്രൗണ്ട് ആണല്ലോ. അപ്പൊ അത് നമ്മളെ പ്രാക്ടീസിൽ നിർത്തി. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് സ്ലാങ്സ് ഒക്കെ പെട്ടെന്ന് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ശരിക്കും ഏർലി 90s ആ ടൈമിലല്ലേ ഡബ് ചെയ്ത് ഭയങ്കര പ്രോമിനന്റ്. അതെ അതുവരെ തമിഴില് ചെയ്യുമായിരുന്നു. ബിഗിനിങ് സ്റ്റേജിൽ ചെയ്തിട്ടില്ല. അത് അന്ന് ഒന്നാമത്തെ കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ വോയിസ് വളരെ തിന്നായി, തീരെ കുട്ടികളുടെ സ്വരമാണ്. അതൊരു നായികയ്ക്ക് അത് പറ്റുന്ന വോയിസ് അല്ലായിരുന്നു.
ഒട്ടും ഗൗരവത്തിൽ സംസാരിക്കുകയോ കരയോ ഒക്കെ ചെയ്താൽ പിള്ളേർ പറയുന്ന പോലെ ഇരിക്കുന്നു എന്നും പറഞ്ഞിട്ട് സമ്മതിക്കത്തില്ല. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചെന്നൈയിലാണ് എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷനും, ഷൂട്ടിംഗ് ഒക്കെ കേരളത്തിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ ഈ ഡബിങ്ങിന് വേണ്ടി ഒരു ദിവസത്തിനോ അര ദിവസത്തിനോ ഒന്നും അന്ന് എന്നെ പോലെ 4-5 പരിവാരങ്ങളെ കൊണ്ട് നടക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് പോകാൻ പറ്റത്തില്ല. 2 സ്ത്രീകൾ കൂടെ ഇല്ലാതെ യാത്ര ചെയ്യത്തില്ല ഞാൻ. അതുകൊണ്ടല്ലേ കാരവൻ മേടിച്ചത്? അത് കഴിഞ്ഞ് ആദ്യം കൊണ്ട് കയറാൻ മേടിച്ചു, ഒന്നിച്ച് എല്ലാവരും കൂടെ കൊണ്ടുപോയി. അപ്പോൾ ഇവർക്കും 2 പേർക്കും ടിക്കറ്റ് ഇട്ട് അന്നത്തെ മലയാള സിനിമയുടെ ബഡ്ജറ്റ് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ആർട്ടിസ്റ്റ് എനിക്ക് പോകാനേ പലപ്പോഴും ഷൂട്ടിങ് കഴിഞ്ഞാൽ ടിക്കറ്റ് ഉണ്ടാവില്ല. അങ്ങനെ എത്രയോ തവണ പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. പുരുഷന്മാർക്ക് കുഴപ്പമില്ല, പെട്ടെന്ന് അടുത്ത് കിട്ടുന്ന ബസ്സിലോ ട്രെയിനിലോ കയറി നേരെ പോയി ചെന്നൈ പോയി ഡബ് ചെയ്തിട്ട് തിരിച്ചു വരും. പിന്നെ അതിന് കുറേ മാറ്റം വന്ന് കേരളത്തിൽ ഡബിങ് കുറേശ്ശെ ആയി, ചിത്രാഞ്ജലി വന്നു, ഇപ്പൊ പിന്നെ എല്ലാം ആയി. ഇപ്പോൾ ബിഫോർ വി കൺക്ലൂഡ്, മാമിന്റെ ഒരു സുഹൃത്തിനെ കുറിച്ചിട്ട് എനിക്ക് ചോദിക്കേണ്ടി വരും. സുഹൃത്തിന്റെ പേര് ജഗദീഷ് എന്നാണ്. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം പുള്ളി ശരിക്കും വണ്ണടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ നായകനായിട്ട് വരുമ്പോൾ ഉർവശിയാണ് എനിക്ക് കോൺഫിഡൻസ് തന്നതെന്നുള്ളത്. ശരിക്കും പുള്ളിയുടെ ഫിലിമോഗ്രാഫിയിൽ ഇപ്പോഴത്തെ സിനിമകളൊക്കെ ശരിക്കും എങ്ങനെ മാം ഭയങ്കര ചെറുശിയാണ് ആസ് എ സുഹൃത്ത്? അതിൽ ഒരു വാക്കിന് എനിക്ക് പറയേണ്ടി വരും, ആ കോൺഫിഡൻസ് തന്നത് ഉർവശിയല്ല, അദ്ദേഹം വലിയ കോൺഫിഡൻസ് ഉള്ള ആളായിരുന്നു. നമ്മൾ തിരിച്ചറിയാൻ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അത് മാത്രമല്ല, അന്നത്തെ സിനിമയിൽ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റൂല. എന്തുകൊണ്ട് ഇന്ദ്രൻസിനും ജതീഷിനും ഒക്കെ ഒരു ക്യാരക്ടർ ചെയ്ത് വിജയിച്ചാൽ ആ പാറ്റേണിൽ പോവുക എന്നുള്ള ഒരു രീതി എന്നുണ്ടായിരുന്നു. ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ മിനി ചേച്ചി ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ, കൽപ്പന ചേച്ചി ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അവള് ചെയ്തേനെ. അത് ഇന്നത്തെ ഡയറക്ടേഴ്സിനോട് എനിക്ക് അങ്ങേറ്റ റെസ്പെക്ട് ഉണ്ട്. സതിലീലാവതിയൊക്കെ എല്ലാം തമിഴില് സീരിയസ് ആണ് അവള് ചെയ്തിരിക്കുന്നത്. അപ്പം ജഗദീഷ് ചേട്ടൻ അന്നേ വളരെ ഗൗരവമുള്ള ഒരാളാണ്. പേഴ്സണലി നമുക്കറിയാവുന്നല്ലേ. അപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ കാണും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റോൾ ചെയ്താൽ നന്നായിരിക്കുമല്ലോ, പക്ഷെ ആരും എന്താ ചെയ്യിപ്പിക്കാത്തതെന്നൊക്കെ നമുക്ക് തോന്നും. അപ്പം ജഗദീഷ് ചേട്ടൻ ആപ്റ്റായിട്ടുള്ള ഒരു റോളാണ് അത് എന്നുള്ളത് എൻ്റെ വിശ്വാസമാണ്. മറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല. നല്ല വിദ്യാഭ്യാസവും വിവരമുള്ള ഒരു മനുഷ്യൻ, നല്ലൊരു ആക്ടർ, നല്ലൊരു റൈറ്റർ, അഭിനയിക്കേണ്ട വേറൊരാൾ വേണമെന്ന് പറയാൻ വേറൊരു കാരണം ഞാൻ കാണണ്ടേ? അത് കറക്റ്റായിട്ട് ഉരുത്തിരിഞ്ഞ് വരണമല്ലോ. അങ്ങനത്തെ ഇപ്പൊ റോഷാക്കിലൊക്കെ ചെയ്ത ക്യാരക്ടർ കണ്ടും ഞെട്ടിപ്പോവാണ് നമ്മള്. ഇത്രയും എന്താ പറയുക റേഞ്ച് ഉള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പോയ പോക്ക. ആ കഥയിൽ നമ്മൾ കഥ സ്ക്രിപ്റ്റിലൊന്നും ഒരുപാട് പറയാമല്ല. ഈ ഒരു യാത്ര, ഒരു എന്ന് വെച്ചാൽ ഒരു ഇവിടുന്ന് ഇവിടെ വരെ ഒരു ടീം, എന്തുവരെ ആ കുടുംബം അന്തം വിട്ടിരുന്നു പോയി. ഇപ്പൊ പറഞ്ഞ പോലെ May 2 എൽ ജഗദമ്മ 7ാം ക്ലാസ് സ്റ്റേറ്റ് ഫസ്റ്റ് തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും ഉർവശി എന്ന റൈറ്ററിൽ നിന്നും കുറച്ച് കഥകൾ ശരിക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോ ഇനിയും സിനിമകൾ ചെയ്യണം. ഇപ്പൊ കലേഷേട്ടനും താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അജിൻ, താങ്ക് യു സർ.